ഹായ്, നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഒരു മിഡിലിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. സീനിയേഴ്സിന് എല്ലാ വർക്കൗട്ടും അറിയാം, അതെനിക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഷോൾഡർ വർക്കൗട്ട്, പ്രത്യേകിച്ച് ട്രാപ്സ് മസിൽ. ഇപ്പോൾ ഷോൾഡർ വർക്കൗട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് പോർഷൻസ് ഉണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഈ ട്രാപ്സ് മസിൽ എന്നോട് 1-2 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ട്രാപ്സിനുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വളരെ സന്തോഷമേ ഉള്ളൂ. വ്യൂവേഴ്സ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷോൾഡർ വർക്കൗട്ട് കയറാം. ആദ്യമായിട്ട് നമുക്ക് ഡംബിൾസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 വർക്കൗട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. ഡംബിൾസ് നിങ്ങൾക്ക് ഹെവി എടുക്കുന്നവർക്ക് എടുക്കാം. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫോം കറക്റ്റ് ആവണം. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് വീഡിയോസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ടോട്ടലി ടയേർഡും ആവും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം ഡംബിൾസ് തന്നെ എടുത്ത് തുടങ്ങാം. ഡംബിൾസ് എടുത്ത് ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ചെറുതായിട്ട് ബെൻഡ് ചെയ്ത ശേഷം കൈമുട്ട് മടക്കരുത്. മടക്കാതെ 1 2 3 4 5 6 7 8 9 10. അത് തന്നെ നമ്മൾ നെക്സ്റ്റ് വൺ ബാക്കിലോട്ട് പിടിക്കുക. ഡബിൾസ് നേരെ ബാക്കിലോട്ട് പിടിച്ചിട്ട് സെയിം ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. ഇനി ഡംബിൾസ് നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഇനി സൈഡ്, ഇപ്പോൾ ബാക്ക് ചെയ്തു, ഫ്രണ്ട് ചെയ്തു, ഇനി സൈഡ്. നേരെ നിൽക്കുക, നിന്ന ശേഷം ചെറുതായിട്ട് ബോഡി ബെൻഡ് ചെയ്യുക. സൈഡ് 1 2 3 4 5 6 7 8 9 10. ഞാൻ നേരത്തെ പറയാനുള്ള പോലെ തന്നെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ 3 സെറ്റെങ്കിലും ചെയ്യണം. 4 സെറ്റാണ് ചെയ്യേണ്ടത്. 4 സെറ്റ് ചെയ്യാൻ സ്റ്റാമിന ഇല്ലാത്തവർ 3 സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 3 സെറ്റൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുകയുള്ളൂ. ഷോൾഡർ വർക്കൗട്ട് നമ്മളിപ്പോൾ ട്രാപ്സിന് ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്ന് പമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പമ്പ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഷോൾഡറിന് എഫക്റ്റ് കിട്ടും. ഇനി ഇപ്പോൾ അത് നമ്മൾ ഒരു സെറ്റ് ആയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു 2 സെറ്റ് കൂടെ കണ്ടിന്യൂ ചെയ്യാം. നേരെ നിൽക്കുക, തൈസിൻ്റെ ഫ്രണ്ടിൽ വെക്കുക, ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുക. കൈമുട്ട് മടക്കരുത്, മടക്കാതെ 1 2 3 4 5 ഒരു 10 റിപ്പീറ്റേഷൻ ചെയ്യാം. അതിനുശേഷം ബാക്കിലോട്ട് പിടിക്കുക. ബാക്കിലോട്ട് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വൺ. ഇപ്പോൾ ഫ്രണ്ടും ബാക്കുമായി. ഇനി സൈഡിലോട്ട് ഡംബിൾസ് വെക്കുക. വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് 4 സെറ്റാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 2 സെറ്റേ ചെയ്തിട്ടുള്ളൂ. 2 സെറ്റുകളും നിങ്ങൾ കണ്ടു ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, ഒരു സിംഗിൾ ഡംബിൾസ് എടുക്കുക. ഇത് കുറച്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റുള്ള ഡംബിൾസ് എടുക്കുക. ഇതിപ്പോൾ 2.5 ആണ്. ഞാൻ ഒരു വർക്കൗട്ട് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഫോം കറക്റ്റ് ആവണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വേറെ കുറേ വീഡിയോ എടുത്തിട്ട് കുറച്ച് ടയർഡാണ്. അപ്പോൾ എനിക്ക് ഹെവി ആയിട്ടുള്ള ഡംബിൾസ് എടുക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കൈ സ്ട്രൈറ്റ് വെക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു മാറ്റം. കൈ സ്ട്രൈറ്റ് വെക്കുക. വെച്ചതിന് ശേഷം 1 2 3 4 5. ഫ്രണ്ടും അതുപോലെ തന്നെ 1 2 3 4 5.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം ഒന്ന് പോസ് ചെയ്തു. കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ പമ്പിങ് കാണാൻ പറ്റും ഷോൾഡറൊക്കെ ചെയ്യുമ്പോൾ. ഇതും നമ്മളൊരു 3 സെറ്റെങ്കിലും ചെയ്യണം. നമ്മൾ ഒരു സെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരു 2 സെറ്റോട് ചെയ്യാനുണ്ട്. ഒരു സെറ്റോടെ ചെയ്യാം. ഡംബിൾസ് നേരെ പിടിക്കുക, കൈമുട്ട് മടക്കരുത്, ബോഡി സ്ട്രെയിറ്റ് എന്നിട്ട് ചെറുതായിട്ട് ചെറിയൊരു ബെൻഡ്. അതിനുശേഷം എന്താ 1 2 3 4 5 6 7 8 9 10. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 2 സെറ്റേ ആയിട്ടുള്ളൂ. ഇത് ഒരു 4 സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ നമുക്കിനി റോളിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ റോഡ് എടുക്കുമ്പോൾ ഇതിൽ വെയിറ്റ് ഇടണം. ഞാനിപ്പോൾ തൽക്കാലം വെയിറ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾ ഇതിൽ വെയിറ്റ് ഇട്ടതിന് ശേഷം 2 സൈഡിലും നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ്, അത് നമ്മൾ ഒരു 60 കിലോയുടെ വ്യക്തിയാണെങ്കിൽ ഒരു 40 കിലോയെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ലെഗിന് പുറത്ത് പിടിക്കുക, പിടിച്ച് കുറച്ച് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം കൈ കുറച്ച് വൈഡ് തന്നെ പിടിക്കുക, ക്ലോസ് ചെയ്ത് പിടിക്കരുത്, കൈ കുറച്ച് വൈഡ് തന്നെ ചെയ്ത് പിടിക്കുക. പിടിച്ച ശേഷം ബോഡി കുറച്ച് ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇത് വെയിറ്റ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. റോഡിൻ്റെ 2 സൈഡിലും 10x10 20x20 ഇട്ട് വെയിറ്റ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഇടുക. ഇഞ്ചുറി വരാത്ത രീതിയിൽ ചെയ്യുക. കൈമുട്ട് മടക്കാതെ ഷോൾഡർ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് വേണം ലിഫ്റ്റ് ചെയ്യാൻ. ഈ വർക്കൗട്ട് നമ്മൾ 4 സെറ്റാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു സെറ്റോടെ ചെയ്യാം. കൈ കുറച്ച് വൈഡ് പിടിക്കുക, നേരെ നിൽക്കുക, ചെറുതായിട്ടൊന്ന് ബോഡി ബെൻഡ് ചെയ്യുക. അതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ ഇതും നമുക്ക് 2 സെറ്റ് ബാക്കിയുണ്ട്. നിങ്ങൾ അതുകൂടെ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന വർക്കൗട്ടിൽ എല്ലാ വർക്കൗട്ടിലും 4 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ട്രാപ്സ് മസിലിനെ മാത്രം ചെയ്യണമെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ട്രാപ്പ് മസിലിന് മാത്രം ഏതെങ്കിലും ഒരു ദിവസം കളിക്കുന്നത്, ഇടയ്ക്കെങ്കിലും ഒരു ദിവസം കളിക്കുന്നത് നല്ലതാണ്. എന്നാലൊക്കെ റിസൾട്ട് വരുള്ളൂ. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങി കിട്ടണമെങ്കിൽ തന്നെ വർഷങ്ങളോളം പ്രയത്നിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ജനറ്റിക്കായിട്ട് കിട്ടുന്നവരുണ്ടായിരിക്കാം, അല്ലാതെ നമ്മൾ നോർമലി നാച്ചുറലായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് സമയം എടുക്കും അതൊക്കെ ഡെവലപ്പായി വരാൻ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ട്രാപ്പ് മസിലിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അതിന് തന്നെ ഒരു 4-5 വേരിയേഷനിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പോൾ റിസൾട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഒരു വർക്കൗട്ട് ഇതിൽ 2 സൈഡിലും വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ടതിന് ശേഷം ബാക്ക് നമ്മളിങ്ങനെ പിടിക്കുക, തിരിഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ബോഡി പിടിക്കുക. വെയിറ്റ് എടുക്കുക. ശേഷം 1 2 3 4 5 6 7 8 9 10. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോൾഡർ ഒരിക്കലും ഫ്രീ ആയി വിടരുത്. ഷോൾഡർ നമ്മൾ ഫ്രീ ആയിട്ട് വിടാതിരിക്കുക. നമ്മൾ പിടിച്ച് തന്നെ ഇറക്കുക. ഇപ്പോൾ ബാക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് റോഡ് പിടിച്ചിട്ട് വെയിറ്റ് ഇട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ റോഡ് വെക്കുക, അതിൽ വെയിറ്റ് വെക്കുക. അതിനുശേഷം ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് വേണം ചെയ്യാൻ. 1 2 3. കൈമുട്ട് പരമാവധി മടക്കരുത്. മടക്കാതെ നമ്മൾ ഷോൾഡർ ബെൻഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് എപ്പോഴും ചെയ്യുമ്പോഴും ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ്. വളരെയധികം ഇഞ്ചുറി വരാൻ വളരെ ചാൻസ് കൂടിയൊരു പോർഷൻസും കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലിഫ്റ്റ് ചെയ്തിട്ട് വിടുമ്പോഴും ഇങ്ങനെ കടേ അങ്ങനെ വിടരുത്, പിടിച്ച് തന്നെ ഇറക്കണം. ഞാനത് എടുത്തു പറയാനുള്ള കാരണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ എൻ്റെ വീഡിയോസ് ചിലപ്പോൾ കൂടുതലും കാണുന്ന ബിഗിനേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഡിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലായിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആർക്കും ഇഞ്ചുറി വരരുത്. അങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യാൻ. നമ്മൾ എത്ര വലിയ പല ബോഡി ബിൽഡേഴ്സും നമ്മൾ കണ്ടാവും. ലെജൻഡായിട്ടുള്ള പല ബോഡി ബിൽഡേഴ്സും ഇടയ്ക്ക് ഇഞ്ചുറി വന്നിട്ട് വീൽ ചെയറിലായി പോയ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അയാളുടെ കരിയർ തന്നെ ബ്രേക്കായി പോകുന്നത്.
ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. പിന്നെ കൺസിസ്റ്റൻസി വേണം. നമ്മൾ ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഒരു 5 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങുക. അപ്പോൾ മാത്രമേ നാച്ചുറലായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ വെള്ളം നന്നായി കുടിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുക. പിന്നെ ഷോൾഡർ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സെറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾ എത്ര ബിഗിനർ ആണെങ്കിലും സീനിയേഴ്സിനോട് ചോദിക്കുക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഇതാ ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ മസിൽസിന് പമ്പിങ് വരുള്ളൂ. ചെറുതായിട്ടെങ്കിലും കുറച്ച് പമ്പിങ് വരുള്ളൂ. ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യൂവേഴ്സ് വളരെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം. എന്നോട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്താൻ പരമാവധി ശ്രമിക്കും. ഇപ്പോൾ തരുന്ന സപ്പോർട്ട് വീണ്ടും തരിക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.